നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കും സർവവശങ്ങൾക്കുമായി സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ധനവരവിനായി ധനലക്ഷ്മി യന്ത്രം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായാൽ അത് മാറുന്നതിനായി സ്വയംവര യന്ത്രം, രാഹുകേതു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ മാറുന്നതിനായിട്ട് രാഹുകേതു യന്ത്രം, നവഗ്രഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം തുടങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ ജീവിതവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ളതുമായ യന്ത്രങ്ങൾ കൃത്യമായും തയ്യാർ ചെയ്ത് നൽകുകയും ചെയ്യുന്നു. യന്ത്രം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബു ബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം ഹരീം അംഗം ഹരേ പുടഭൂഷണമാശ്രയന്തീം ഭൃംഗാംഗനേവ മുകുളാഭരണം തമാരം അംഗീകൃത അഖിലതര വിഭൂതര മംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ. ഓം മഹേശ്വര മഹേശ്വരീം നമോ നമ. ഭഗവാൻമാരെ രക്ഷിക്കണേ. കർക്കിടക മാസത്തിലെ അമാവാസിക്ക് ശേഷം വരുന്ന ദിവസങ്ങളിൽ ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന അനുഭവ മുഹൂർത്തങ്ങൾ വന്നുചേരുന്ന നക്ഷത്ര ജാതരെക്കുറിച്ചാണ് പറയുന്നത്. കർക്കിടകത്തിലെ അമാവാസി എന്ന് പറയുന്ന എല്ലാം കൊണ്ടും പിതൃക്കൾക്ക് സായുജ്യം നൽകുന്നതിനായിട്ടുള്ള പൂജകളും അതുപോലെ തന്നെ അനുഷ്ഠാന വ്യവസ്ഥകളും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ബലി തർപ്പണങ്ങളൊക്കെ നടത്തി പിതൃക്കളെ വളരെയധികം ഇഷ്ടത്തിലേക്ക് കൊണ്ടുവന്ന് പിതൃക്കളിൽ നിന്ന് അനുഗ്രഹം ലഭിച്ച് ഭാഗ്യദായകമായ ധാരാളം സന്തോഷകരമായ ജീവൽ നിമിഷങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു മഹനീയമായിരിക്കുന്ന മുഹൂർത്തമാണ് കർക്കിടകത്തിലെ അമാവാസിക്ക് ശേഷം വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത്. കർക്കിടകത്തിൻ്റെ അമാവാസി ദിവസത്തിന് ശേഷം വലിയ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്ര ജാതരെക്കുറിച്ചാണ് പറയുന്നത്. 2026 ഓഗസ്റ്റ് 12-നാണ് ഈ വർഷത്തെ കർക്കിടക അമാവാസി എത്തുന്നത്. കർക്കിടകം 27-ന് ഈ വർഷത്തെ കർക്കിടക അമാവാസിക്ക് ശേഷം ഭാഗ്യദായകമായ അനുഭവങ്ങൾ വന്നുചേരാൻ കഴിയുന്ന ചില നക്ഷത്ര ജാതരെക്കുറിച്ച് പറയുകയാണ്. പിതൃ പുണ്യമായിരിക്കുന്ന കർക്കിടക മാസത്തിലെ അമാവാസിക്ക് ശേഷം പിതൃക്കളുടേതായിരിക്കുന്ന അനുഭവങ്ങളിലൂടെയും അനുഗ്രഹങ്ങളിലൂടെയും വളരെ വളരെ സന്തോഷമാകുന്ന ജീവിതത്തിൻ്റെ വഴിയിലെത്തിച്ചേരാൻ കഴിയുന്ന നക്ഷത്ര ജാതർ, ഭാഗ്യത്തിൻ്റെ ധാരാളം അനുഭവങ്ങൾ ജീവിത സാഹചര്യങ്ങളിൽ വന്നു ചേരുന്ന നക്ഷത്ര ജാതർ, അവരെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേത് രോഹിണി നക്ഷത്രമാണ്. പിതൃ സായുജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇനി ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് വിചാരിച്ചു കിടന്ന ധനം നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ദീർഘകാലമായി നിലനിന്നിരുന്ന കടബാധ്യതകൾ ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതെയാക്കാനും വരുന്ന കടബാധ്യതകളെ നിയന്ത്രിക്കുവാനും കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃത്യമായ ആസൂത്രണ തലത്തിൽ മുന്നോട്ട് നീങ്ങിയാൽ ധാരാളം ധനം രോഹിണി നക്ഷത്രക്കാരിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അമാവാസിക്ക് ശേഷം വരുന്ന നാളുകളിൽ പിതൃക്കളുടേതായിരിക്കുന്ന അനുഭവ ഭാഗ്യത്തിലൂടെയാണ് ഇത് സംജാതമാകുന്നത്. അതുപോലെ തന്നെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് പുരോഗമിക്കും എന്ന് മാത്രമല്ല, ബിസിനസ്സിൻ്റെ പുതിയ പുതിയ ബ്രാഞ്ചുകൾ മറ്റ് പലയിടത്തും സ്ഥാപിക്കുന്നതിനും
അവ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ഭാഗ്യദായകമായ ധാരാളം വ്യവസ്ഥകളിലും എത്തിച്ചേരുന്നതായിട്ടുള്ള സമൃദ്ധി വന്നുചേരും. ഇതെല്ലാം തന്നെ പിതൃ സാന്നിധ്യത്തിൻ്റെ അനുഗ്രഹ മുഹൂർത്തം കൊണ്ടുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം, അതുപോലെ തന്നെ ശമ്പളത്തിലുള്ള വർധനവ്, ഇഷ്ട സ്ഥലത്തിലേക്കുള്ള ട്രാൻസ്ഫർ തുടങ്ങിയവയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും അമാവാസിക്ക് ശേഷം രോഹിണി നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലോട്ടറി പോലെയുള്ള വലിയ തുകകൾ കൈകളിലേക്ക് സമ്മാനമായി എത്തുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. നവഗ്രഹങ്ങളിൽ ചന്ദ്രനെയും ശുക്രനെയും ഭജിക്കുക, മഹാലക്ഷ്മി ദേവിയെയും അന്നപൂർണേശ്വരി ദേവിയെയും ഭജിക്കുക, മഹാവിഷ്ണുദേവനെയും ശ്രീ പരമേശ്വര ഭഗവാനെയും പ്രാർത്ഥിക്കുക തുടങ്ങിയ ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ പിതൃ സാന്നിധ്യങ്ങൾ വളരെ സന്തോഷകരമായിരിക്കുന്ന അവസ്ഥയിലെത്തുകയും ആ സന്തോഷം രോഹിണി നക്ഷത്ര ജാതരിലേക്ക് വന്നു കയറി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. അടുത്തത് ചോതി നക്ഷത്രമാണ്. രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും അനുകൂലമായിരിക്കുന്ന ദൃഷ്ടി കൊണ്ട്, അനുഗ്രഹം കൊണ്ട് സാമ്പത്തികമായ വളരെ വലിയ മേഖലകളിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ ഭാഗ്യവും തെളിഞ്ഞു കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനലാഭത്തിന് യോഗം കാണുന്നു. അതുപോലെ ലോട്ടറി, ചിട്ടി, മുൻകാല നിക്ഷേപങ്ങൾ തുടങ്ങിയവയിലൂടെയെല്ലാം ധനസമൃദ്ധിക്കുള്ള യോഗവും ഈ നക്ഷത്രക്കാരിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പിതൃ സാന്നിധ്യങ്ങളുടെ പൂർണ്ണമായ അനുഗ്രഹം കൂടി ഇവർക്ക് ഉണ്ട് എന്ന് പറയുന്നതിലും അതൊരു വലിയ ഭാഗ്യമായി തന്നെ കരുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതരിൽ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാധ്യത നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിതൃ ബലി സമർപ്പിച്ച് പ്രാർത്ഥിക്കലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ധാരാളം ഗുണങ്ങൾ വന്നു ചേരുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ പുതിയ വരുമാന മാർഗങ്ങൾക്ക് വാതിൽ തുറക്കപ്പെടുന്ന സമയം കൂടിയാണ്. ചോതി തുലാം രാശിയിൽ വരുന്ന നക്ഷത്രമാകയാൽ ശുക്രനെ ഭജിക്കുക, ശുക്ര പൂജ നടത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശുക്രന് വെളുത്ത പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച്, സുഗന്ധ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ നിങ്ങളെ കൂടുതൽ അനുഗ്രഹത്തിന് പാത്രീഭൂതരാക്കും. ധനാഗമം തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് വന്നു ചേരുന്ന സമയമാണ് അമാവാസിക്ക് ശേഷം വരുന്ന ദിവസങ്ങൾ. അടുത്തത് അനിഴം നക്ഷത്രമാണ്. വളരെ കാലമായിട്ട് അനുഭവിച്ചു വന്ന കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയെല്ലാം തന്നെ കർക്കിടകത്തിലെ ഈ അമാവാസി കഴിയുന്നതോടെ വളരെയേറെ മാറ്റങ്ങൾക്ക് വഴി തുറക്കുകയാണ്. തീർച്ചയായും ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് ധനസമൃദ്ധി വന്നു നിറയുക തന്നെ ചെയ്യും. പിതൃ അനുഗ്രഹം ഉണ്ടാകുന്നതോടു കൂടിയിട്ടാണ് ഇവയെല്ലാം സംജാതമാകുന്നത്. തീർച്ചയായിട്ടും ബലിതർപ്പണങ്ങളിലൊക്കെ പങ്കെടുക്കുകയും പിതൃ പൂജകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടുകൂടി അനിഴം നക്ഷത്രക്കാരിൽ കുറേ കാലങ്ങളായി നിലനിന്ന ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും വിരാമമാവുകയാണ്. അതുപോലെ തന്നെ അമാവാസിക്കു ശേഷം വരുന്ന ഭാഗ്യദായകമായ ദിവസങ്ങളിലൂടെ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ കിടന്നിരുന്ന ഭൂമി വിൽക്കാനുള്ള ഭാഗ്യം വന്നു ചേരും. അതുപോലെ തന്നെ വിൽക്കണം എന്ന് വിചാരിച്ചിരുന്ന വാഹനം വിൽക്കുവാൻ കഴിയും. ശേഷം പുതുതായിട്ടുള്ള പല വാഹനങ്ങൾ പുതുതായി എടുക്കുന്നതിനും അതുപോലെ തന്നെ പുതിയ ഭൂമി വാങ്ങുന്നതിനുമൊക്കെയുള്ള അവസരം വന്നു ചേരും. അതുപോലെ തന്നെ അനിഴം നക്ഷത്രക്കാരുടെ കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഭാഗ്യദായകവും ആഹ്ലാദപൂർണവുമാണ് എന്നുള്ളതായിരിക്കും. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ സ്വന്തം ബിസിനസ് നടത്തുന്നവർക്ക് സാമ്പത്തിക പുരോഗതിയും സാമ്പത്തിക വളർച്ചയും ഉണ്ടാകും.
അതുപോലെ ഈ നക്ഷത്ര ജാതരിൽ തൊഴിലിനു വേണ്ടി ആഗ്രഹിക്കുന്ന യുവതീ യുവാക്കൾക്ക് തീർച്ചയായിട്ടും അമാവാസിക്ക് ശേഷം വരുന്ന ദിവസങ്ങൾ തൊഴിലിലേക്കുള്ള വഴി തന്നെയായിരിക്കും. ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖലയിൽ എത്താനുള്ള ഭാഗ്യവും ഈ നക്ഷത്ര ജാതരിൽ കാണുന്നുണ്ട്. വിദ്യാഭ്യാസപരമായി വളരെയധികം ഉയർന്നു പോകുന്നതിനുള്ള അനുഗ്രഹവും പിതൃ സാന്നിധ്യങ്ങളിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ്. ദശാനാഥൻ ശനിയാകയാൽ ധർമ്മശാസ്താവിനെ പൂജിക്കുകയും അദ്ദേഹത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെയധികം അനുഗ്രഹദായകമാണ്. അതുപോലെ തന്നെ രാശ്യാധിപൻ ചൊവ്വയാകയാൽ ചൊവ്വാഗ്രഹത്തിനുള്ള പൂജകൾ സമർപ്പിക്കുന്നതും ഭാഗ്യദായകമായ അനുഭവങ്ങളെ തരുന്നവ തന്നെയാണ്. വിഷ്ണു ക്ഷേത്രങ്ങളിലും അയ്യപ്പ സ്വാമി ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ശ്രീ മഹേശ്വര ക്ഷേത്രങ്ങളിലും കാളി അതുപോലെ അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിലുമൊക്കെ ദർശനം നടത്തുന്നതും പൂജകളും വഴിപാടുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഭാഗ്യദായകമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതിന് കാരണമാവുകയാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതും ഭാഗ്യദായകം തന്നെയാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. കർക്കിടക വാവിന് ശേഷം ഏറെ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രമാണ് പൂരുരുട്ടാതി. മുൻപ് ചെയ്തിരുന്ന കഠിനാധ്വാനത്തിൻ്റെ ഫലം സാമ്പത്തികമായിട്ടും സമൃദ്ധിപരമായിട്ടും വന്നു ചേരുന്ന സമയം കൂടിയിട്ടാണ് കറുത്ത വാവിന് ശേഷം വരുന്ന ദിനങ്ങൾ. അത് ഭാഗ്യദായകങ്ങൾ തന്നെയായിരിക്കും. പഴയ കടങ്ങൾ വീട്ടാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനുമുള്ള ഭാഗ്യം ഈ നക്ഷത്ര ജാതരിലേക്ക് അനുഭവവേദ്യമായി ചേരാൻ പോവുകയാണ്. അതുപോലെ തന്നെ കലാമേഖലയിലും കച്ചവട മേഖലയിലും കമ്മീഷൻ മേഖലകളിലുമൊക്കെ ധാരാളം ഭാഗ്യദായകമായ അനുഭവങ്ങൾ ഉണ്ടാകും. സമൂഹത്തിൽ കീർത്തിയും ഭാഗ്യവും ബഹുമാനവുമൊക്കെ വന്നു ചേരുന്നതിനായിട്ടുള്ള ഭാഗ്യവും ഈ നക്ഷത്ര ജാതരിൽ കാണുന്നുണ്ട്. കർക്കിടക മാസത്തിലെ അമാവാസി ദിവസത്തിനു ശേഷം വരുന്ന നാളുകളെല്ലാം തന്നെ പൂരുരുട്ടാതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൻ്റെതായിരിക്കുന്ന തുണ ഉള്ളതാണ്. നക്ഷത്രനാഥനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക, അതുപോലെ തന്നെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് വിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ പൂജാതി കർമ്മങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് പൂജകളിൽ പങ്കെടുക്കുക, മഞ്ഞ പുഷ്പങ്ങൾ വ്യാഴദേവന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയവയൊക്കെ നിങ്ങളുടെ ധനാഗമ മാർഗത്തിന് ധാരാളം വഴി തുറന്ന് അനുഗ്രഹിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാരായണീയം, ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയവ നിത്യമായി പാരായണം ചെയ്യാനുള്ള അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ശിവ അഷ്ടകവും സുബ്രഹ്മണ്യ സ്വാമി അഷ്ടകവും അയ്യപ്പ സഹസ്രനാമവുമൊക്കെ ജപിക്കുന്നതിനായിട്ടുള്ള സമയം കണ്ടെത്തുക. ഇതൊക്കെ നിങ്ങളുടെ ഭാഗ്യത്തിനായിട്ടുള്ള ധാരാളം അവസ്ഥകൾ അനുഗ്രഹത്തിലൂടെ ലഭിക്കുന്നതിന് കാരണമാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതരെല്ലാം തന്നെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, കർക്കിടക മാസം പൊതുവെ പിതൃ പൂജയുടെ മാസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിതൃ സ്മരണയുടേതായിരിക്കുന്ന വ്യവസ്ഥകൾ ആത്മാർത്ഥമായിട്ട് കർക്കിടകത്തിലെ കറുത്ത വാവിന് നിർവഹിക്കുക. ആ പിതൃഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗ്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.